സെയിം പേരിലുള്ള 3 കൺസ്യൂമർ നമ്പർ വരെ നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇവിടുത്തെ യൂസേജ് കഴിഞ്ഞ് ബാലൻസ് ഉള്ള എക്സസ് യൂണിറ്റ് നമുക്ക് മറ്റ് കൺസ്യൂമർ നമ്പറിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടും. നമ്മൾ ചെയ്തിരിക്കുന്നത് അദാനിയുടെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ്. ടൈപ്പ് മൊഡ്യൂൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കസ്റ്റമർക്ക് സബ്സിഡി ഡിലേ ആവില്ല. പാനലിൽ ഓൾറെഡി ഒരു 30 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇൻവെർട്ടേഴ്സിൽ നമ്മളിപ്പോൾ ഇവിടെ മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിന് നിലവിൽ 15 വർഷം കമ്പനി ഓൾറെഡി വാറണ്ടി തരുന്നുണ്ട്. അതിപ്പോൾ ഒരു ഇൻവെർട്ടർ കംപ്ലൈന്റ് ആയാൽ നമുക്ക് ആ ഇൻവെർട്ടർ യൂണിറ്റ് മൊത്തത്തിൽ സാറിന് റീപ്ലേസ് ചെയ്ത് കിട്ടും. ട്രസ്സിലാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഹൈറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സോളാർ പാനൽ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീട് പണിതിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 4 വർഷത്തോളം ആകുന്നു. അപ്പോൾ എനിക്ക് കറണ്ട് ചാർജ് വന്നുകൊണ്ടിരിക്കുന്നത് 3500-4000 രൂപ ആ ഒരു റേഞ്ചിലാണ് കറണ്ട് ചാർജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സോളാറിന് വേണ്ടി ഞാൻ മുടക്കിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയൊരു വീട്, നമ്മുടെ പഴയ വീട് റിനോവേറ്റ് ചെയ്ത് നമ്മളൊന്ന് ഹോം സ്റ്റേ ആക്കിയായിരുന്നല്ലോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഗസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ AC ഉപയോഗിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ കറണ്ട് ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 വീട്ടിലേക്കും കൂടെ ഞാനിവിടെ ഒരു സോളാർ പാനൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും സോളാർ പാനലിൽ ഒത്തിരി തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും പറ്റിക്കലുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇപ്പോൾ എല്ലാ വീടിൻ്റെ മേളിൽ സോളാർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, നല്ല സാധനം, വർഷങ്ങളോളം നമുക്ക് ഗ്യാരണ്ടി ഉള്ളത് തന്നെ വെക്കണം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സോളാർ പാനൽ സെറ്റ് ചെയ്യുന്നത് അഫ്ര എഞ്ചിനീയേഴ്സാണ്. ഇവർ എറണാകുളം ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഡോക്ടർ ഇൻറ്റീരിയർ അജയ് ശങ്കറാണ് ഇവരെ റെഫർ ചെയ്തതും. അവരുടെ പക്ക സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് അഭിനന്ദനെ വിളിക്കാം. നമസ്കാരം. നമസ്കാരം. അതുപോലെ തന്നെ സഫൽ നമ്മളോട് ഉണ്ട്. സഫലെ നമസ്കാരം. അപ്പോൾ അവനെന്താ എന്തുണ്ട്? നല്ല വിശേഷം അല്ലേ? പിന്നെ പ്രൊഡക്ഷൻസും അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ എപ്പോഴും ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി തന്നെയാണ്. നമ്മള് നിലവിലെ ഒരു ഉപയോഗം മാത്രം നോക്കിയിട്ടല്ലായിരുന്നു ഇവിടുത്തെ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന്റെ ഹോം സ്റ്റേ കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മളൊരു 5 കിലോവാട്ട് സിസ്റ്റം എന്ന് പറഞ്ഞത് സജസ്റ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ നമ്മൾ ഇവിടെ 5 കിലോവാട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ആദ്യം നമുക്ക് പൊതുവേ ഉള്ളൊരു ഡൗട്ട്, ഇപ്പം ഞാനിപ്പോൾ ഹോം സ്റ്റേ ചെയ്തപ്പോഴാണ് ഇത് വെക്കുന്നത്. ഇനി അതല്ല, ഒരു 3000-4000 രൂപ വരുന്നവര് ഇതുപോലൊരു പാനൽ വെക്കണോ? അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കൺവീനിയന്റ് ആണ് സാറേ. അതായത് ഇപ്പോ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഒരു 3000 തൊട്ട് ഒരു 6000 രൂപ വരെയൊക്കെ കൺസ്യൂമർ ഒരു കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു 3 കിലോവാട്ടിന്റെ സിസ്റ്റമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതല്ല, നമുക്ക് അതിന്റെ മുകളിലേക്ക് ഭാവിയിലേക്ക് ഉപയോഗം കൂടും എന്നൊരു കാഴ്ചപ്പാടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞ 2 ഓപ്ഷൻസ് നമുക്ക് നിലവിലുണ്ട്. ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതുപോലത്തെ ഒരു പ്രീമിയം ടൈപ്പ് മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റം ചെയ്യണം. അതായത് ഭാവിയിലേക്കുള്ള ഒരു എക്സ്റ്റൻഷനും കൂടെ കണക്കാക്കിയിട്ടുള്ള ഒരു ടൈപ്പ് സിസ്റ്റം ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റൻഷനോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന സ്ട്രിംഗ് ഇൻവെർട്ടർ ടൈപ്പ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ സിസ്റ്റംസ് നമുക്ക് ചെയ്യാം. ഈ സ്ട്രിംഗ് ഇൻവെർട്ടറും മൈക്രോ ഇൻവെർട്ടറും. അപ്പോൾ ഈ മൈക്രോ ഇൻവെർട്ടറിനെ കുറിച്ച് എനിക്കും വലിയ ധാരണയില്ലായിരുന്നു. അപ്പം അജയ് പറഞ്ഞപ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് അറിയുന്നത്. കാരണം ഇത് വെക്കുന്നതാണ് നല്ലതെന്ന് പറയും. മൈക്രോ ഇൻവെർട്ടറും നമ്മുടെ സ്ട്രിംഗ് ഇൻവെർട്ടറുമായിട്ട് എന്താ നമുക്ക് വ്യത്യാസം? ഇപ്പൊ സാധാരണക്കാർക്ക് ഇത് വെക്കേണ്ട കാര്യമുണ്ടോ? ഇത് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത് കസ്റ്റമറുടെ റിക്വയർമെന്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഇതിനകത്ത് ഇപ്പോൾ സ്ട്രിംഗ് ഇൻവെർട്ടർ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് സ്ട്രിങ്ങും പിന്നെ ഒന്ന് മൈക്രോ ഇൻവെർട്ടർ. അപ്പോൾ ഈ സ്ട്രിംഗ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സ്ട്രിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ചോദിക്കുമ്പോൾ പെട്ടെന്ന് റേറ്റ് കുറവാണ്. അതായത് ഇപ്പോൾ ഒരു സോളാറിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവരും ചോദിക്കുന്നത് എത്ര രൂപയാണ് ആവുന്നത്. അല്ലാതെ അതിൽ വരുന്ന കോമ്പോണൻസുകൾ എന്താണ്, ഇപ്പോൾ പാനലിന്റെ ടൈപ്പ് ഏതാണ്, ഇൻവെർട്ടർ ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങള് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സോളാറിൽ നിന്ന് കറണ്ട് കിട്ടണം. തീർച്ചയായും. പിന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞും ചെയ്യണം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതില് വേറൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോ ചില കസ്റ്റമേഴ്സിന് ഇപ്പൊ കറണ്ട് ബില്ല് കുറവായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ കറണ്ട് ബില്ല് കൂടാം. ഇപ്പൊ സാറിന്റെ കേസ് വരുന്നത് പോലെ തന്നെ സാറിന് ഒരു വീടും കൂടെ അഡീഷണൽ ആഡ് ഓൺ ആയപ്പോഴാണ് സാറ് കുറച്ചും കൂടെ സോളാറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഭാവിയിൽ വീണ്ടും ഉപയോഗം കൂടും എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചത്. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മൾ 2 AC ആണ് വെച്ചിരിക്കുന്നത്. തീർച്ചയായും മോൾക്ക് വേറൊരു AC കൂടെ വേണം എന്നുള്ളത് പറഞ്ഞിരിക്കുക. അപ്പൊ അത് നമ്മളിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് വെക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് വെക്കാം. നമ്മുടെ കൺസപ്ഷൻ കൂടുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് പോവാം. അപ്പൊ ഈ സ്ട്രിംഗ് ഇൻവെർട്ടർ സിസ്റ്റത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇപ്പൊ അതിനകത്ത് ഒരു 3 kW സിസ്റ്റം ആണെന്ന് വിചാരിച്ചു. ആ സിസ്റ്റത്തിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് 10% കൂടി നമുക്ക് പാനൽ ആഡ് ഓൺ ചെയ്യാം എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഫ്യൂച്ചറിലേക്ക് പോകാന്ന് വെച്ചാൽ ഇപ്പൊ സാറിന് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ അത് നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ അപ്പൊ ഈ നമ്മളിപ്പോ 3 kW ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് അതൊരു അപ്ഡേഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സ്ട്രിംഗിൽ വരുന്നില്ല. 5 kW മാറാനാണെങ്കിൽ നമുക്ക് അതിന് പറ്റത്തില്ല. അതേസമയം പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതായത് ഇതിനകത്ത് നമുക്ക് മാക്സിമം ഓവർലോഡ് ചെയ്യാവുന്ന, അതായത് ആഡ് ഓൺ ചെയ്യാവുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ നിലവിലുള്ള 3 kW ഒരു 10% കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതായത് ഒരു പാനലൂടി അങ്ങനെ നമുക്ക് ആഡ് ഓൺ ചെയ്യാനേ പറ്റത്തുള്ളൂ. 5ലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 5ലേക്ക് മാറ്റേണ്ട ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻവെർട്ടറും അതിന്റെ DB സാധനങ്ങൾ നമ്മൾ ഫുള്ളി റീപ്ലേസ് ചെയ്യണം. അത് അത്രയും മാറ്റണം, ചെയ്യേണ്ടി വരും. അതായത് പാനൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം മാറ്റം. അത് മാത്രമല്ല അതിനകത്ത് വേറൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇൻവെർട്ടർ മാറ്റിയെന്ന് വിചാരിച്ചു, നമ്മളിപ്പോ ആഡ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അന്നേരം നമുക്ക് ഈ നിലവിലുള്ള പാനൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ അതിന്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഇൻവെർട്ടറിൽ ഇത് ആഡ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കസ്റ്റമർക്ക് ഈ പാനലും റീപ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മൈക്രോ ഇൻവെർട്ടർ. അതിലെന്ന് പറയുമ്പോൾ ഇപ്പൊ ആഡ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പാനലും ഓരോ ഇൻവെർട്ടർ വരുന്നത്. അപ്പോ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞ് സാറിന് ആഡ് ഓൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ അന്നത്തെ കിട്ടുന്ന ടെക്നോളജിയിലുള്ള പാനലും അതിന് അഗേൻസ്റ്റ് ആണ് ഇൻവെർട്ടർ അത് വെച്ചിട്ട് ആഡ് ഓൺ ചെയ്ത് പോവാം. അങ്ങനെ നിലവിൽ നമുക്ക് ഒരു 25 kW വരെ ആഡ് ഓൺ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള എൻബോ യൂണിറ്റ് ആണ് ഒരു മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റത്തിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ വൈഫിന്റെ അനിയത്തിയുടെ ഇവിടെ തൃശ്ശൂരാണ്. ആദ്യം 3 kW വെച്ചത്, അതിനുശേഷം അവർ 5ലേക്ക് മാറിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ ഇൻവെർട്ടർ ഉൾപ്പെടെ എല്ലാം മാറ്റേണ്ടി വന്നു. താഴേക്കുള്ള നമ്മുടെ കുറച്ച് യൂണിറ്റ്സുകൾ ഉണ്ട്, ബോക്സ്, ഇൻവെർട്ടർ, അങ്ങനെ കുറച്ച്. അപ്പോൾ അത് വലിയൊരു എക്സ്പെൻസ് എക്സ്ട്രാ ഉണ്ടാകുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും സോളാറിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഈ താഴെ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന കോമ്പണൻസുകൾ നമുക്കൊരു വേസ്റ്റ് ഓഫ് മണി ആണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കാനോ ഇപ്പോൾ കമ്പനിക്കാണെങ്കിലും തിരിച്ച് ബൈബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് നിലവിലില്ല. അതെ അതെ അതെ. പിന്നെ ഇതിനകത്ത് സ്ട്രിങ് അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ സ്ട്രിങ് ഇൻവെർട്ടറിൽ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ പ്രൊഡക്ഷൻ അറിയുള്ളൂ. അപ്പൊ കസ്റ്റമർക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും, ഇത് എത്ര നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എത്ര KCBിലേക്ക് പോയി എന്നറിയുന്ന നമ്മൾ മീറ്ററിൽ പോയി നോക്കണം. അത് എല്ലാവർക്കും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. അതായത് അവര് നമ്മൾക്കിപ്പോ ചെയ്യുന്ന പോലെ മൊബൈലില് ഇല്ല സ്ട്രിംഗ് ഇൻവെർട്ടറിൽ ജസ്റ്റ് നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് ജസ്റ്റ് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ മാത്രം നമുക്ക് കാണാൻ പറ്റും. എത്ര യൂണിറ്റ് ഒരു ദിവസം നമുക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ എന്തോരം കൺസ്യൂം ചെയ്തു എന്ന് അറിഞ്ഞാൽ നമുക്ക് ഫ്രീ ഓഫ് മൈൻഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തോരം കൺസ്യൂം ചെയ്തു, എന്തോരം KCBിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, ഡയറക്റ്റ് KCBന്ന് എന്തോരം ഇമ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ഇതിന് മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റത്തിന് നമുക്ക് വരുന്നത്. ഇപ്പൊ ഞാനത് കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എന്റെ ധാരണ എല്ലാത്തിനും ഇത് ഇങ്ങനെയാണെന്നാ. അല്ലല്ലേ, നോർമൽ സിസ്റ്റത്തിൽ അത് വ്യത്യാസമുണ്ട്. ശരി. കാരണം ഇത് ഇൻഡിവിജ്വൽ ഇൻവെർട്ടേഴ്സ് വരുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഓരോ പാനലിൽ നിന്നുമുള്ള സെപ്പറേറ്റ് ഔട്ട്പുട്ട്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ പാനലിലും എത്ര കിട്ടിയെന്ന് വ്യക്തമായിട്ട് കാണാം. ഓരോ പാനലിലും എത്ര യൂണിറ്റ് ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവും. അതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനൽ കംപ്ലൈന്റ് ആയി അല്ലെങ്കിൽ ഒരു പാനലിൽ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് ഇത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെ. കാരണം നമ്മുടെ ഈ പാനൽസ് ഒക്കെ വരുന്നുണ്ട് ഈ 30 years ഒക്കെ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്ന 30 years. അതായത് നമ്മളിപ്പോ 30 വർഷം എല്ലാ പാനൽസിനും വാറണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ സ്ട്രിംഗ് ഇൻവെർട്ടറിലാവുമ്പോൾ എല്ലാവരും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണത്തിന്റെ പ്രൊഡക്ഷൻ മീൻസ് കംപ്ലൈന്റ് വന്നാലും നമുക്ക് വലിയ കാര്യമായിട്ട് വേരിയേഷൻ നമുക്ക് തോന്നിക്കത്തില്ല. ചെറിയൊരു റിഡക്ഷൻ ഉണ്ടാവും. പക്ഷെ കസ്റ്റമർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് മേലെ എന്തെങ്കിലും വീണിട്ടുള്ള പ്രൊഡക്ഷൻ കുറവാണെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ മൈക്രോ ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് ഫസ്റ്റ് അറിയാൻ പറ്റും ഏത് പാനലാണ് എവിടെയാണ് ഇഷ്യൂ വന്നേക്കണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈസിലി ഐഡന്റിഫൈബിൾ ആണ്. അപ്പോൾ ഇത് വേറൊരു കാര്യം, നമുക്കിപ്പം എല്ലാവരും വെച്ചിരിക്കുന്നത് നമ്മളാണെങ്കിലും ഏകദേശം ഒരേ സ്ഥലത്ത് അടുത്തടുത്ത സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇത് വേറെ നമുക്കിപ്പോൾ 2 പാനൽ വേറെ മാറ്റി വെക്കാനോ അങ്ങനെ വല്ല ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കൺവീനിയന്റ് കസ്റ്റമറിന് കിട്ടും. അതായത് ഇപ്പോൾ സാറിന് ഇവിടെ ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെക്കാൻ പറ്റും. ഇപ്പൊ ഇത്ര സ്ഥലം ഇല്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ, ഇത്രയും ഏരിയയും കാര്യങ്ങളും ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ നമ്മളൊരു 4 പാനൽ ഇവിടെ വെച്ച് ഒരു 5 പാനൽ ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നാലും നമ്മുടെ പ്രൊഡക്ഷനെ ഇതിനൊന്നും ബാധിക്കില്ല. അതിൽ ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇതിൽ സാർ നോക്കിയാൽ കാണാം നമ്മുടെ ഇൻവെർട്ടേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് പാനലിന്റെ തൊട്ട് അടിവശത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് DC സൈഡ് കണക്ഷൻ ഇല്ല. ഈ ഒരു പാനലിൽ നമുക്ക് കിട്ടുന്ന DC ഔട്ട്പുട്ട് ഡയറക്ട്ലി AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് AC ആയിട്ടാണ്
കംപ്ലീറ്റ്ലി മീറ്ററിലേക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു എഫിഷ്യൻസി ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു DC ഡ്രോപ്പോ നമുക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ പാനലിനെ സ്പ്ലിറ്റ് മാറ്റി ചെയ്ത് വെച്ചാലും നമുക്ക് അതിന്റെ ഒരു ഡ്രോപ്പോ കാര്യങ്ങളോ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ സ്ട്രിംഗ് ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് അത് പറ്റത്തില്ല. ഏറ്റവും മീറ്ററിനോട് അടുത്തുള്ള സ്ട്രിംഗ് ഇൻവെർട്ടറിൽ വരുമ്പോൾ നമ്മൾ നിയർ ബൈ വെക്കണം. കാരണം കേബിളിന്റെ ലെങ്ത് എന്തോരം കൂടുന്നു അതനുസരിച്ച് പ്രൊഡക്ഷൻ ലോസ് വരും. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോ ഈ ലോസ് ഇതിനകത്ത് ആ ഇഷ്യൂ ഇല്ല. കാരണം പാനലിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് നമ്മൾ AC ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. AC എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ DC അപേക്ഷിച്ച് ലോസ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നേട്ടം നമുക്ക് വലുതായിട്ടുണ്ട്. അപ്പൊ അതിനെന്താ എല്ലാ കസ്റ്റമേഴ്സും ഈ മൈക്രോ ഇൻവെർട്ടറിലേക്ക് പോകണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല സാറേ. നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരു കസ്റ്റമറെ പുഷ് ചെയ്യല്ലേ ചെയ്യുന്നത്. കാരണം ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സ്ട്രിംഗ് ഇൻവേർട്ടറിനെ അപേക്ഷിച്ച് മൈക്രോ ഇൻവേർട്ടറിന് ഒരുപാട് കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. അതൊരു വാസ്തവമാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും ഉണ്ട് എന്തുകൊണ്ടാണ് അതിന് കോസ്റ്റ് കൂടാനുള്ളത് എന്നുള്ളത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു 3000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമറാണ്. പുള്ളിക്ക് ഇനിയിപ്പോൾ ഭാവിയിലാണെങ്കിലും ചിലപ്പോൾ ഒരു 6000 രൂപ വരെ കറണ്ട് ബില്ല് വരാനുള്ള ചാൻസ് ഉള്ളൂന്നുണ്ടെങ്കിൽ പുള്ളി ഒരിക്കലും ഒരു മൈക്രോ ഇൻവേർട്ടറിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത നിലവിലില്ല. കാരണം പുള്ളിയുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള കൺസംഷൻ കൂടെ നോക്കുവാണെങ്കിലും നമുക്കൊരു നോർമൽ സ്ട്രിംഗ് ഇൻവേർട്ടർ വെച്ചാൽ തന്നെ നമുക്കതൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതായത് നമ്മൾ അടുത്ത മിനിമം ഒരു 25-30 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഉപയോഗം മാത്രം നോക്കാതെ ഭാവിയിലേക്കുള്ളൊരു ഉപയോഗം കൂടെ നമ്മളിതിൽ കാണണം. കാരണം ഒബ്വിയസ്ലി സോളാർ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു ചിന്താഗതി സോളാർ അല്ലേ എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു റെഗുലേഷനോ ആ ഒരു കൺട്രോളോ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് അഴയും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടും ലാവിഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിലവിലെ ഉപയോഗത്തിനെക്കാട്ടിയും കുറച്ചും കൂടെ യൂണിറ്റ്സ് കൂടുതലായിരിക്കും ആ സമയത്ത് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, കറണ്ട് ചാർജ് ഇപ്പൊ കണ്ടമാനം കൂടി വരിക. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇത് എത്രമാത്രം ഒരു 2 വർഷം കഴിഞ്ഞാൽ ഈ കറണ്ട് ചാർജ് ആയിരിക്കത്തില്ല, ഇതിന്റെ ഇരട്ടി ആയിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നോക്കണം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എങ്ങനെയാണെങ്കിലും നമുക്കിത് ഓൾറെഡി പറഞ്ഞ പോലെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ മുടക്കുന്നൊരു മുതൽ ഏകദേശം എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതിൽ വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മളിപ്പോൾ ഒരു മൈക്രോ ഇൻവേർട്ടർ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ഇൻവേർട്ടർ ചെയ്യുന്ന കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്ന കസ്റ്റമർക്ക് കിട്ടുന്നൊരു ബ്രേക്ക് ഇവൺ അല്ലെങ്കിൽ ഒരു ROE ആയിരിക്കില്ല ഒരു സ്ട്രിംഗ് ഇൻവേർട്ടർ ചെയ്യുന്ന കസ്റ്റമർക്ക്. അല്ലെങ്കിൽ ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഉപയോഗം നമുക്ക് ഉണ്ടാവണം. അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഞാൻ തന്നെ വെയിറ്റ് ചെയ്തിരുന്നത് നമുക്ക് ആ ഒരു ഉപയോഗം വരട്ടെ എന്നുള്ളത്. തീർച്ചയായും യെസ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. യെസ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഞാൻ സോളാർ വെച്ചത് തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലും കൂടെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഫോർമാലിറ്റി ഉള്ളത് ഒന്ന് പറഞ്ഞു തന്നെ. ഇതിനകത്ത് ഇതിന്റെ പ്രൊസീജിയർ നമ്മൾ സോളാർ വീലിംഗ് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് 5 കിലോവാട്ട് തൊട്ട് മേലേക്ക് നമ്മൾ സോളാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണലി 3 യൂണിറ്റ്, അതായത് സെയിം പേരിലുള്ള 3 കൺസ്യൂമർ നമ്പർ വരെ നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. 3 നമ്പറിലേ പറ്റത്തുള്ളൂ. 3 നമ്പർ വരെ. അതായത് നമ്മളിപ്പോ ചെയ്ത് കണക്ഷൻ കൂടാതെ 3 എണ്ണം നമുക്ക് ടോട്ടൽ 4 നമ്പർ, മൊത്തം 4 എണ്ണം. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സോളാർ വെച്ച് നമ്മുടെ സിസ്റ്റം ഓൺ ആയി ഫസ്റ്റ് ബില്ല് വന്നതിന് ശേഷം നമ്മൾ KSEB റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സിസ്റ്റം ആഡ് ഓൺ ചെയ്ത് കിട്ടും. അപ്പൊ അന്നേരം നമ്മുടെ ഇവിടത്തെ യൂസേജ് കഴിഞ്ഞ് ബാലൻസ് ഉള്ള SS യൂണിറ്റ് നമുക്ക് മറ്റ് കൺസ്യൂമർ നമ്പറിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടും. അപ്പൊ അതിനകത്തും നമുക്ക് ആ ബില്ലിങ് റെഡ്യൂസ് ചെയ്ത് കിട്ടും. അപ്പൊ അത് നമ്മുടെ ഒരു ഏരിയയിൽ തന്നെ വേണം. നമ്മുടെ ഇതിപ്പോ എന്റെ വീട് തൊട്ടടുത്ത് തന്നെ. നമുക്കത് കേരളത്തിൽ എവിടെയാണെങ്കിലും അതിപ്പോ റെസിഡൻഷ്യലോ കമേഴ്ഷ്യലോ ആണെങ്കിലും വീലിംഗ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് നിലവിലുണ്ട്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ ഇപ്പോ നമ്മളിപ്പോ ഇവിടെ സിസ്റ്റം ചെയ്ത് ഇപ്പോ സാർ ആലപ്പുഴയിൽ ഒരു സിസ്റ്റം ചെയ്തു, സാറിന് ഇപ്പൊ എറണാകുളത്ത് ഒരു സൈറ്റിലാണ് വീൽ ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമുക്ക് കണക്ഷൻസോ കാര്യങ്ങളൊന്നും മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് KSEB സിസ്റ്റം പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എന്റെ പേരിൽ തന്നെ ആയിരിക്കും. അതാണ് ആകെ ഒരു നിർബന്ധമുള്ളത്. ആരാണോ കൺസ്യൂമർ അവരുടെ പേരിൽ തന്നെയുള്ള അടുത്ത കണക്ഷൻ ആയിരിക്കണം. ആ ഒരു നിർബന്ധം മാത്രമേ KSEB. അപ്പൊ ഞാൻ നമ്മുടെ പല ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു നിന്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു കൺസ്യൂമർ നമ്പറിലാണ്, ഒരു കൺസ്യൂമറിന്റെ പേരിലാണെങ്കിൽ KSEBയുടെ കീഴിലുള്ള കണക്ഷൻ ആയിരിക്കണം, സെയിം പേരായിരിക്കണം. ഈ 2 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ളതാണ് അങ്ങോട്ട് പോകുന്നത്. തീർച്ചയായും നമ്മുടെ എപ്പോഴും പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ് കണക്ഷനിലാണ്. അതായത് നമ്മുടെ പാരന്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വീടാണ് നമ്മുടെ പാരന്റ് കണക്ഷൻ. അപ്പൊ ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള യൂണിറ്റ് നമ്മൾ ഏത് കണക്ഷനിലേക്കാണോ വീൽ ചെയ്തിരിക്കുന്നത് അതിലേക്ക് നേരെ ടേക്ക് ഓവർ ആയിട്ട് പൊക്കോളും. അപ്പൊ ഈ ബാക്കി 3 എണ്ണം എന്ന് പറയുന്നത് അത് ഈക്വൽ ആയിട്ട് പോകും. അല്ല, അത് നമ്മളിപ്പോ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. ആ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ ഏതാണോ ആദ്യമേ കൊടുക്കുന്നത് അതിൽ നിന്നായിരിക്കും ഫസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളതായിരിക്കും. അതായത് ഒരു 5 കിലോവാട്ട് സോളാർ വെച്ചൊരു കസ്റ്റമർ 4 മീറ്ററിലേക്ക് ഒന്നിച്ച് കൊടുക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അവരുടെ ഉപയോഗം നോക്കുക, 2 ബില്ലിലും കൂടെ ആവറേജ് എത്ര വരുന്നുണ്ട് നോക്കിയിട്ട് അതിന് തക്കതായിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും ആണോ നമുക്കുള്ളതെന്ന് മാത്രം നോക്കിയാൽ.
ഓക്കെ. ഇപ്പം പല വീടുകളിലും അച്ഛനമ്മമാരൊരു സ്ഥലത്തും അല്ലെ മക്കൾ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഏത് വീട്ടിലാണോ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ പറ്റുന്നത് അവിടെ ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. നിങ്ങളുടെ ടീം എനിക്ക് വന്ന് കുറേ നിർദ്ദേശങ്ങൾ തന്നു, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ എങ്ങനെയാണ്. ഞാനിവിടെ പല ടീമുമായിട്ട് നോക്കിയതിന് ശേഷമാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ സാധാരണ ഒരു ആളിത് സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പൊ ആരെ സെലക്ട് ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് സാറേ, ഇപ്പം നിലവിൽ പറയുവാണെങ്കിൽ ഏകദേശം ഒരു 1100 കമ്പനികൾ നമുക്ക് ഈ ഒരു സബ്സിഡി പ്രോഗ്രാമാണ് ഇപ്പോൾ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 78,000 രൂപ ഗവൺമെന്റിന്റെ സബ്സിഡി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ കറന്റ് റെസിഡൻഷ്യലിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 1000-1100 കമ്പനികൾ രജിസ്റ്റർ ചെയ്ത വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ പുറമേ നമുക്കിത് ചെയ്യാനുണ്ട്. പക്ഷെ അതിൽ ഓരോരുത്തരും ഇൻഡിവിജ്വലി അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന കോമ്പണൻസുകൾ, അവരുടെ വർക്ക്മാൻഷിപ്പ്, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സർവീസ്, ഇങ്ങനത്തെയൊക്കെ ഘടകങ്ങളാണ് കൂടുതലും അവരെ ബാക്കിയുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തരാക്കിയിട്ട് നിർത്തുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു മൊബൈലിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 10-15 കമ്പനികളുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അത്രയും കമ്പനികളുടെ കൊട്ടേഷനും കാര്യങ്ങളും കിട്ടും. അപ്പോൾ കസ്റ്റമർക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പോൾ പഴയതുപോലെ കസ്റ്റമേഴ്സ് എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. അത്യാവശ്യം എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ അറിയാം. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമറുടെ നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോഴും ആ കമ്പനിക്കാരോട് ഡീറ്റെയിൽ ആയിട്ടുള്ള കൊട്ടേഷൻസ് ചോദിക്കണം. ഇപ്പോൾ പൊതുവേ ആൾക്കാർ സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു പാനലും ഒരു ഇൻവേർട്ടറും. ഇപ്പോൾ ഒരു സോളാർ എന്ന് പറയുമ്പോൾ ഏത് പാനലാണ് നിങ്ങൾ ചെയ്യുന്നത്, ഏത് ഇൻവേർട്ടറാണ് നിങ്ങൾ ചെയ്യുന്നത്, എത്ര രൂപയാവും, ഈ ഒരു 3 ചോദ്യം മാത്രമേ ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് വരാറുള്ളൂ. പക്ഷേ ഒരു സോളാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അല്ലാതെ ഒരുപാട് കോമ്പണൻസുകൾ നമുക്ക് വരും. നമുക്കിതിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ സ്ട്രക്ചർ തൊട്ട് പറയുകയാണെങ്കിൽ സ്ട്രക്ചറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതായത് ഒരു വീടിൻ്റെ ബേസ് അതിൻ്റെ തറയാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു സോളാറിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ട്രക്ചറാണ്. കാരണം ഇപ്പോൾ പാനലിന് 25-30 വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. പക്ഷെ ആ 30 വർഷം ഈ ഒരു സ്ട്രക്ചർ അവിടെ നിന്നാൽ മാത്രമേ നമുക്ക് പാനൽ അതിൻ്റെ മുകളിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും അപ്പോൾ അവിടെ തൊട്ട് നമ്മൾ ഒരു കസ്റ്റമർ ശ്രദ്ധിച്ച് തുടങ്ങണം. ഇപ്പോൾ സ്ട്രക്ചറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കാര്യങ്ങൾ ഏതാണ്, അതിൽ ചെയ്യുന്ന കോട്ടിങ്, എപ്പോക്സി കോട്ടിങ് കാര്യങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പാനൽസ് കാര്യങ്ങൾ ഏതാണ്. ഇപ്പോൾ സബ്സിഡി പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്കതിൽ DCR, ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം എന്ന് KSEBിയുടെ ഗൈഡ്ലൈൻ നിർബന്ധമാണ്. അത് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കസ്റ്റമർക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ റിലീസായി വരുന്നത്. ഒരിക്കലുമില്ല. അത് പൊതുവേ നമുക്ക് മാൻ പവർ കുറവുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ടീമുള്ളൊരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കസ്റ്റമർക്ക് സബ്സിഡി ഡിലേ ആവില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചിലപ്പോൾ ഒരു 3 ആഴ്ച 4 ആഴ്ച കൊണ്ടൊക്കെ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിലും ഒരു കമ്പനിക്കാരെ സൈഡിൽ നിന്ന് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ഒരു 40-45 ദിവസം വരെയുള്ള ഒരു സമയം എല്ലാവരും ആദ്യം പറഞ്ഞു വെക്കും. തീർച്ചയായും ഒരു മാസം കൊണ്ട് നമ്മുടെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ കസ്റ്റമർക്ക് സബ്സിഡി റിലീസ് ചെയ്ത് കിട്ടും. അതിൽ വലിയ ഡീലിയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോളോടെ 16 ഗേജിന്റെ പൈപ്പുകളാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. സാറിന്റെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ സാറിന്റെ ഇപ്പോൾ നമ്മൾ ഷീറ്റ് റൂഫിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഷീറ്റ് റൂഫിൽ നമ്മുടെ പില്ലർ നിൽക്കുന്ന സാറിനെ നോക്കിയാൽ കാണാം, നമ്മുടെ ആ ഒരു പില്ലർ നിൽക്കുന്ന ഭാഗം നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് അകത്തേക്ക് ഇറക്കിയിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഭാവിയിൽ ലീക്ക് വരും. കാരണം അത് ലീക്ക് പ്രൂഫ് ആക്കാനുള്ള മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ടാർ ഷീറ്റ് ഒട്ടിക്കുക, MCL ഇടുക, സിലിക്കൺ ഇടുക, ഇങ്ങനത്തെയൊക്കെ മെത്തേഡുകളേ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ ഒരു പരിധികളുണ്ട്. ഇപ്പോൾ നമുക്കൊരു 2-3 വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് ലീക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യില്ല ഒരിക്കലും. ജസ്റ്റ് നമ്മൾ എക്സിസ്റ്റിംഗ് ഇരിക്കുന്ന ആ ഒരു ട്രസ്സിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു നെറ്റ് ബോൾട്ടിലായിരിക്കും നമ്മുടെ റൂഫിനെ സ്ട്രക്ചറിനെ നിർത്തുന്നത്. അതായത് അതിൻ്റെ മുകളിൽ നമുക്കൊരു 4 ഇഞ്ച് ബേസ് പ്ലേറ്റ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ നമുക്കൊരു റബ്ബറിൻ്റെ ചെറിയൊരു ബീഡിങ് ഉണ്ടാവും ഈ ലീക്ക് പ്രൂഫ് കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ലീക്ക് പ്രൂഫിങ് കോമ്പൗണ്ട് വെച്ചിട്ട് നമ്മൾ ലീക്ക് പ്രൂഫ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രക്ചറിലെ ബാലൻസ് കോമ്പണൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പർലിങ്സും റാഫ്റ്റേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ക്യാപ്പുകളൊക്കെ നോക്കിയാൽ സാറിന് കാണാം എല്ലാം നമ്മൾ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്ത് അടച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മളതിപ്പോൾ നമുക്കിതിൽ പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് ക്യാപ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൈപ്പിൽ നമുക്കൊരു വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 2-3 വർഷം കഴിയുന്ന സമയത്ത് ഈ ചൂടൊക്കെ ആവുന്ന സമയത്ത് ഈ ക്യാപ്പുകളൊക്കെ ചാടി പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലൂടെ എയർ പാസേജ് ഉണ്ടായി കഴിഞ്ഞാൽ കൊറോഷനും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൈപ്പ് തന്നെ കട്ട് ചെയ്ത് അത് ഫുൾ വെൽഡ് ചെയ്ത് മെറ്റൽ പേസ്റ്റ് ഇട്ട് അടച്ചതിന് ശേഷം തീരെ കൊറോഷൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിക്ക് നമ്മൾ ചെയ്തു വരുന്നത്. നമ്മളിപ്പോൾ എത്ര വർഷമായി ഇതിന് വാറണ്ടി കൊടുക്കുന്നത്? നമ്മുടെ സിസ്റ്റത്തിന്റെ വാറണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി ഇപ്പോൾ സാറിന് പാനലിൽ ഓൾറെഡി ഒരു 30 വർഷത്തെ വാറണ്ടി ഉണ്ട്. പാനലിന് ഇൻവെർട്ടേഴ്സിൽ
നമ്മളിപ്പോൾ ഇവിടെ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിന് നിലവിൽ 15 വർഷം കമ്പനി ഓൾറെഡി വാറണ്ടി തരുന്നുണ്ട്, ഗ്യാരണ്ടി അല്ല. അതായത് ഇപ്പോൾ ഒരു ഇൻവേർട്ടർ കംപ്ലൈന്റ് ആയാൽ നമുക്ക് ആ ഇൻവേർട്ടർ യൂണിറ്റ് മൊത്തത്തിൽ സാറിന് റീപ്ലേസ് ചെയ്ത് കിട്ടും. അങ്ങനെ 15 വർഷത്തേക്ക്. അത് വേണമെങ്കിൽ സാറിന് ഒരു 10 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. അത് ഡയറക്റ്റ് കമ്പനി തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേടായ യൂണിറ്റ് കമ്പനിയിലേക്ക് തിരിച്ചയക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത് കമ്പനിയുടെ കൊടുക്കണ്ട കാര്യം. അത് കമ്പനി അവരുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഒരു തോന്നലുണ്ടാവാം ഈ പഴയത് ഏതെങ്കിലും റീപ്ലേസ് ആയിട്ട് പോയിരിക്കുന്ന ഇൻവേർട്ടർ റീഫർബിഷ്ഡ് ആയിട്ട് തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുവാണെന്ന്. അപ്പോൾ ആ ഒരു തോന്നൽ പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ആ ഒരു പോളിസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 30 വർഷത്തെ വാറണ്ടി പാനലിനുണ്ട്, പിന്നെ 25 വർഷം, അതായത് 15 പ്ലസ് 10 25 വർഷം തന്നെ നമ്മുടെ ഇൻവേർട്ടറിനുണ്ട്. അതിന് പുറമെ നമ്മുടെ കമ്പനി വക ഒരു 5 വർഷത്തെ ഫ്രീ മെയിൻ്റനൻസ് നമ്മളെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് നമുക്കിപ്പോ പാനലിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് പീരിയോഡിക് മെയിൻ്റനൻസ് ആണ്. അതായത് ഇയർലി 2 years, അതായത് ഒരു 6 മാസത്തെ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ തന്നെ വന്ന് പാനൽ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒരു പീരിയോഡിക് ചെക്കപ്പ്, നമ്മൾ ഓരോ പാനൽസിന്റെയും സെപ്പറേറ്റ് ഔട്ട്പുട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടാവും, ഒരു സർവീസ് റിപ്പോർട്ട് ഉണ്ടാവും. അതിൽ കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കും. ഓരോ തവണയും വരുമ്പോൾ പാനലിലുള്ള ഒരു എഫിഷ്യൻസി, ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് കസ്റ്റമേഴ്സിന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ അൺലിമിറ്റഡ് ബ്രേക്ക് ഡൗൺസ് ആണ്. ഇപ്പോൾ പീരിയോഡിക് മെയിൻ്റനൻസ് ആണ് ഈ ഒരു 6 മാസത്തെ ഇടവേളയിൽ നമ്മൾ വരുന്നത്. നമ്മളായിട്ട് തന്നെ കസ്റ്റമർ അങ്ങോട്ട് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെ വന്നിട്ടായിരിക്കും അത് റെക്ടിഫൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അല്ലാതെ നമ്മൾ വീട്ടുകാരായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടേ? വാഷിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട? ഒന്നും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ എപ്പോഴും നീറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയേറെ നമുക്ക് എഫിഷ്യൻസി ഉണ്ടാവും, പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവും. പാനലിൽ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പാനൽ കഴുകി വിടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത് കഴുകുന്നതിൽ വലിയ ടെക്നിക്കൽ പാർട്സ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു നോർമൽ വെള്ളം, സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഓസ് ഉപയോഗിച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോപ്പ് വെച്ച് ചുമ്മാ തുടച്ച് കളയേണ്ട കേസ് മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോൾ കെമിക്കൽ വാഷോ അല്ലെങ്കിൽ കെമിക്കൽ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് കൊട്ടേഷൻ എടുക്കുന്നതിൽ പാനലിന്റെയും അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേറെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? അതായത് ഇതിനകത്ത് ഇപ്പൊ ഒരു കസ്റ്റമറുടെ ഒരു ചിന്തയിൽ മെയിനായിട്ടും അവർ ചിന്തിക്കാൻ തുടങ്ങി ഇതിനകത്ത് പാനൽ, ഇൻവെർട്ടർ, ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇതിനകത്ത് കുറെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് വേറെ വരുന്നുണ്ട്. അതായത് കേബിൾസ്, പിന്നെ അതേമാതിരി SPD സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, പിന്നെ ഐസൊലേറ്റർ, MCB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ഐറ്റംസ് സെലക്ട് ചെയ്യണം. കാരണം പല ലെവൽ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ വീട് പണിയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന അതേ ഒരു ശുഷ്കാന്തിനെ നമ്മൾ ഇതിനകത്ത് എടുക്കണം. അപ്പൊ നമ്മളിപ്പോ ഈ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ബ്രാൻഡഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ സിസ്റ്റം സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കാറുകൾ പറയുന്ന പോലെ ഇപ്പൊ മാരുതി തൊട്ട് BMW വരെ ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാം കാറുകളാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉള്ള സിസ്റ്റം തൊട്ടിട്ട് ഹൈ ക്വാളിറ്റിയിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോ പാനൽ എടുത്തിരിക്കുന്നത് അദാനി, നമ്മൾ ചെയ്തിരിക്കുന്നത് അദാനിയുടെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ്. അതായത് N ടൈപ്പ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കറന്റ് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. നമ്മുടെ സോളാറിന്റെ ഫീൽഡിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോഴും നമുക്കൊരു സാച്ചുറേഷൻ പീരീഡ് ഒന്നും ആയിട്ടില്ല. നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകില്ല. ഒരുപാട് മുന്നോട്ട് ഇപ്പൊ സാർ ഒരു 2-3 വർഷം കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരുപാട് പഴയ സിസ്റ്റം വെച്ചു എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും പുതിയത് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് നമ്മൾ പിന്നെ അത് കൂടാണ്ട് നമ്മളിവിടെ ചെയ്തേക്കുന്ന ഇൻവെർട്ടർ ഐറ്റംസ് ഒക്കെ IQ8P, അതായത് എൻഫിഎസിന്റെ ഏറ്റവും പുതിയ ടെക്നോളജിയിൽ വരുന്നതാണ് IQ8P. ആ ഇൻവെർട്ടറാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ DB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലയിടത്ത് ഈ കസ്റ്റമേഴ്സ് ആദ്യമേ ഇപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെൻഡേഴ്സിനെ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ഡിന്റെ ഇഷ്യൂസ് ആണ്, അങ്ങനെ പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേറെയും കുറെ കാര്യങ്ങളുകൊണ്ട് ഇതിനകത്ത് പ്രൊഡക്ഷൻ കുറയാം. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ വോൾട്ടേജിന്റെ വേരിയേഷൻ കാര്യങ്ങൾ, അതേമാതിരി ഇതിൽ ഉപയോഗിച്ചിരുന്ന കേബിൾസ് വരെ ഇതിന് ഡിപ്പെൻഡ് ചെയ്യാം, പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലേക്ക് നോർമലി നമ്മളിപ്പോ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഇടുന്ന സർവീസ് വെയർ ആയിരിക്കും നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോവാം. അപ്പൊ അതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ലോഡ് റിക്വയർമെന്റ്സിന് അഗേൻസ്റ്റ് ഉള്ള ഒരു സർവീസ് വെയർ ആയിരിക്കും ഇട്ടേക്കാം. നോർമലി KSB കൊണ്ടുവന്ന് ഇടുന്ന പറഞ്ഞാൽ 2.5-ന്റെ KSBയുടെ സർവീസ് വയർ ഇടുന്നത്. ഈ 5 കിലോവാട്ട് സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സർവീസ് വയറിന്റെ കാലപ്പഴക്കവും അതിന്റെ ഗേജ് നമ്മൾ പരിഗണിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളിപ്പോ, കാരണം നമ്മുടെ ഈ പ്രൊഡക്ഷൻ നമ്മൾ ഡേ ടൈമിൽ യൂസേജ് കുറവായിരിക്കും, കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ എക്സ്പോർട്ട് ചെയ്ത് പോകണമെങ്കിൽ അതിന് ആ എഗെയിൻസ്റ്റ് ഉള്ള കപ്പാസിറ്റി ഉള്ള ഗേജ് ആ
നമ്മുടെ സർവീസ് വെയറിന് വേണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആ സർവീസ് വെയറിന്റെ ജോയിന്റോ കാര്യങ്ങളോ പിന്നെ അതേമാതിരി കാലപ്പഴക്കം ഉണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ അതേമാതിരി ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറും ഇതിന്റെ കൂടെ ഒരു എഫർട്ട് എടുക്കണം. കാരണം അവര് മാത്രം വന്ന് നോക്കിയാൽ മാത്രം പോരാ. കാരണം ഇവര് ജസ്റ്റ് നമ്മളുടെ അടുത്ത് പ്രൊപ്പോസൽ തരുമ്പോ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. ബാലൻസ് എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കസ്റ്റമറുടെ അടുത്ത് പറയാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ കാര്യങ്ങൾ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. നമ്മൾ എപ്പോഴും അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്പനീനെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് റിവ്യൂ അല്ലെങ്കിൽ വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മളാണെങ്കിലും വേറെ ഏത് കമ്പനി ആണെങ്കിലും ഒരു കമ്പനിയുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാതെ അവരുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എന്താണ്, അവരുടെ സർവീസ് സപ്പോർട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ടാവും, പറ്റുവാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എല്ലാം നോക്കി കണ്ടിട്ട് വേണം എപ്പോഴും നമ്മളൊരു സിസ്റ്റം. ഞാനങ്ങനെ ചെയ്തത് കേട്ടോ, ഞാനങ്ങനെ ചെയ്തത്. കാരണം പലരും നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ഒരാൾ, അതായത് ഡോക്ടർ ഇന്റീരിയർ അജയ് ശങ്കറാണ് എനിക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്തത്. ഞാനത് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോൾ ഡ്രസ്സിലാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്ര ഹൈറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, നമ്മളിത് ഇങ്ങനെ ഹൈറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കൊരു മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ നമ്മൾ എന്തായാലും ഇടണം. അതായത് ചിലവർ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ ഇതിന്റെ മേലെ പാനൽ കടത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ ഹൈറ്റ് കുറച്ച് ചെയ്യും. കാരണം കോസ്റ്റ് കുറയ്ക്കാൻ നമുക്ക് അത്രയും മെറ്റീരിയൽ അവിടെ കുറയാണ്. ഇവിടെ സ്ട്രക്ചർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സെന്ററിൽ കൂടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു വാക്ക് വേയും അതിനുള്ള പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് കംപ്ലൈൻസ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സർവീസിൽ തന്നെ നമ്മൾ ഇയർലി 2 times വരുന്നുണ്ട്. അപ്പൊ അന്നേരം നമുക്കും കൂടി ചെക്ക് ചെയ്യാനുള്ള രീതിയിലൊരു ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കൊടുക്കും. ഒരു ആവറേജ് ഹൈറ്റ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഏത് സർഫേസ് ആണെങ്കിലും നമ്മൾ ചെയ്യും. ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഷീറ്റ് റൂഫ് ആണ്. ഇനിയിപ്പോ നമുക്ക് അതല്ല, നമുക്കിപ്പോ സാധാ ഫ്ലാറ്റ് റൂഫിൽ ചെയ്യുവാണെങ്കിലും നമ്മൾ ഒരിക്കലും ഈ നിലത്തിനോട് പറ്റിച്ച് വെച്ചായിരിക്കില്ല ചെയ്യുന്നത്. ഒരു മിനിമൽ ഹൈറ്റ് എന്തായാലും നമുക്ക് അതിലുണ്ടാവും. കാരണം അതിന്റെ അടിയിൽ ഒരു മെയിൻ്റെനൻസിനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന്റെ താല്പര്യപ്രകാരം ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് അടിയിലത്തെ ഏരിയ ഉപയോഗിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ സ്ട്രക്ചർ റേസ് ചെയ്ത് ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ താല്പര്യപ്രകാരം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല സാർ ഇപ്പോൾ നമ്മളിപ്പോൾ ഷീറ്റിന്റെ മേലെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ സാറിന് ഈ ഷീറ്റ് മാറ്റേണ്ട കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഈ പാനൽ ഫുള്ളി ഇതിന്റെ മേലെ കിടക്കുമ്പോൾ നമുക്ക് അത് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഈ കരിയില വീണ് കഴിയുമ്പോൾ ഇതുമ്മ കിടത്തി ഇടുകയാണെങ്കിൽ ഈ കരിയിലൊക്കെ വന്നതിന്റെ അടിയിൽ കെട്ടിക്കിടന്ന് ഈ ഷീറ്റ് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകും. അതേമാതിരി ഇപ്പൊ ഫ്ലാറ്റ് റൂഫിലാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴെന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗത്ത് നമ്മൾ നോർമലി വൈറ്റ് പെയിന്റ് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റെഗുലർ ആയിട്ടുള്ള പെയിന്റിങ് കാര്യങ്ങളുടെ സമയത്ത് വരുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും പറ്റ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഒരു മിനിമം ഒരു ഹൈറ്റ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഇതിന്റെ താഴെയുള്ള സർഫസ് എന്ന് പറയുന്നത് വൈറ്റ് ആണ് നല്ലതെന്ന് പറയുന്നത് എന്താണ്, അത് നല്ലതാണോ? അതായത് വൈറ്റ് കോട്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിഫ്ലക്ഷൻ കാര്യങ്ങൾ കൂടുതലുണ്ടാവും. ഈ പാനൽ സാർ നോക്കിയാൽ കാണാം, ഇത് ബൈഫേഷ്യൽ മൊഡ്യൂൾ ആണ്. ഈ മുകളിൽ കാണുന്നത് പോലെ തന്നെ സോളാർ സെൽസുകൾ നമുക്ക് ഇതിന്റെ താഴെ കാണാൻ പറ്റും. അപ്പോൾ വൈറ്റ് സർഫേസിന് പൊതുവെ എല്ലാവർക്കും അറിയാം കുറച്ചുകൂടെ റിഫ്ലക്ഷൻ എഫക്ട് കൂടുതലാണ്. അപ്പോൾ വൈറ്റ് സർഫേസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഫിഷ്യൻസിയുടെ ഡിഫറൻസ് എന്തായാലും നമുക്ക് അതിൽ കാണിക്കും. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഷീറ്റിൽ കൊടുത്തതുകൊണ്ട് പ്രൊഡക്ഷൻ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് അതിന് പെയിന്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. യാതൊരു ആവശ്യമില്ല. ഇപ്പൊ സാറിന്റെ പ്രൊഡക്ഷൻ തന്നെ ചെക്ക് ചെയ്താൽ അറിയാം, നമുക്ക് ഇവിടെ ഏകദേശം ഒരു 10-25 യൂണിറ്റിന്റെ മുകളിൽ ലൈറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വൈറ്റ് സർഫേസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബൂസ്റ്റിംഗ് എഫക്ട് അതിൽ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ സാധാരണ നമ്മളൊരു 5 kW നമ്മൾ വെക്കുമ്പോൾ എത്ര ആയിരിക്കും പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത്? അതായത് ഇതിനകത്ത് കമ്പനി പറയുന്ന ആവറേജ് പ്രൊഡക്ഷൻ, അതായത് പെർ കിലോവാട്ട് 4 യൂണിറ്റ് ആണ് ഇയർലി ആവറേജ് പറയുന്നത്. കാരണം മഴക്കാലത്ത് നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ കുറവുണ്ടാവും, നമ്മുടെ വെയിലുള്ള സമയത്ത് പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പൊ ഈ ഒരു ആവറേജ് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഈ മൈക്രോ ഇൻവെർട്ടറിന്റെ കേസിൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ നമുക്കൊരു പെർ കിലോവാട്ട് 6 യൂണിറ്റ്സ് ഒക്കെ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ലൈറ്റിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് നമ്മളാണെങ്കിലും അതങ്ങനെ ഒരു ഗ്യാരണ്ടി പ്രൊഡക്ഷൻ ആയിരിക്കില്ല പറയുന്നത്. നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ രീതിക്കാണ്. നമുക്ക് നല്ല ലൈറ്റ് ഉള്ള ഒരു സണ്ണി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ആവറേജ് 20 എന്നുള്ളത് ചിലപ്പോൾ ഒരു 30-32 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ കയറുന്ന സൈറ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നല്ല മഴയുള്ള ഒരു സമയം അല്ലെങ്കിൽ നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 10-15 ഒക്കെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. പിന്നെ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSEBയുടെ ഒരു ഗൈഡ് ലൈൻ ആണ്, അവരുടെ ഒരു സേഫ്റ്റി ഫീച്ചർ ആണ് അത്. കാര്യം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗം ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ പ്രൊഡക്ഷൻസ് ഡയറക്ട്ലി ഗ്രിഡിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു
മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവിടെ ആളപായം ഉണ്ടാകും. ഓ ശരി, അതുകൊണ്ടാണ് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക്കലി പവർ പോകുന്ന സമയത്ത് സോളാർ ഷട്ട് ഡൗൺ ആയി പോകുന്നത്. അത് വിത്തിൻ 2 സെക്കൻഡ് 2 സെക്കൻഡിനുള്ളിൽ തന്നെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. പിന്നെ പവർ വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിലായിരിക്കും തിരിച്ചത് റീസ്റ്റാർട്ട് ആയി വരുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെയില്ല സാറേ, നമ്മൾ പൊതുവേ സജസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും നമുക്കൊരു കോമൺ നോർമൽ ഇൻവേർട്ടർ അല്ലെങ്കിൽ ഒരു UPS സിസ്റ്റം നിലവിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം എല്ലാ വീട്ടിലും നിർബന്ധമാണ്. നമ്മളാണെങ്കിലും സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരു ഇൻവേർട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു എമർജൻസി ബാക്കപ്പ് ആയിട്ടെങ്കിലും ഒരു ഇൻവേർട്ടർ നമുക്ക് നിർബന്ധമാണ്. അതെല്ലാ വീട്ടിലും നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ മേളിലെ പാനൽ വെച്ചതിന് ശേഷം പിന്നെ ഈ ഒരു 2 സാധനം മാത്രമേ വെച്ചിട്ടുള്ളൂ. സാധാരണ മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ ഇൻവെർട്ടറൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് ഇതിനകത്ത് താഴത്ത് നമുക്ക് ആകെ വരുന്നത് 2 ഡിവൈസ് മാത്രമാണ്. അതായത് ഒരു ACDBയും പിന്നെ ഒരു മീറ്റർ ബോക്സും. അതിനകത്ത് ഈ ACDBയുടെ അകത്ത് വരുന്നത് നമ്മുടെ ഒരു എൻഫേസിന്റെ എൻവോയ് ഉണ്ട്. അത് കൂടാണ്ട് താഴത്തൊരു ക്യൂറിൽ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇതിന്റെ മെയിൻ ഡിവൈസസ്. അതിനകത്ത് ഈ എൻഫേസിന്റെ എൻവോയ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു നമ്മുടെ ഇൻവെർട്ടറിന്റെ CPU എന്ന രീതിയിൽ ഒരു സിസ്റ്റമാണ് ഇത് വരുന്നത്. ഇതാണ് ഫുള്ളി നമ്മുടെ ഇൻവെർട്ടറിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇത് താഴ്ത്തിരിക്കുന്ന ഒരു ക്യൂറിലാണ്. ഇത് നമ്മുടെ ഗ്രിഡിൽ നിന്നുള്ള വോൾട്ടേജിന്റെ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു റിലേയാണ്. ഇതിനകത്ത് നമ്മൾ ഒരു വോൾട്ടേജും ഫ്രീക്വൻസിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വോൾട്ടേജ് റേഞ്ച് എത്തിയാൽ മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇതിൽ കറണ്ട് സപ്ലൈ കൊടുക്കത്തുള്ളൂ. പിന്നെ ഇത് കൂടാതെ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സോളാർ മീറ്റർ ആണ്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ അറിയാൻ വേണ്ടിയാണ്. ഇത് KSBക്കാർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അവര് നമ്മുടെ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ റീഡിങ്സ് കൂടി അവർ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലംബിംഗ് പൈപ്പ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ പൈപ്പ്സ് യൂസ് ചെയ്യില്ല, കാരണം നോർമലി ഇത് ഔട്ട് സൈഡിൽ കൂടെ വരുന്നതാണ്. അപ്പൊ നമ്മുടെ പ്ലംബിംഗ് പൈപ്പ്സ് അല്ല ഇലക്ട്രിക്കൽ പൈപ്പ്സ് ഇടുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കൊണ്ടു കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്ലംബിംഗ് പൈപ്പാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അടിഭാഗത്ത് നമ്മൾ PVC ചാനൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൂടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല എർത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പൈപ്പിൽ കൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒറ്റ പൈപ്പിലല്ല, സെപ്പറേറ്റ് നമ്മൾ പൈപ്പ് എർത്തിങ്, നമ്മുടെ ലൈറ്റിങ്ങിന്റെ എർത്തിങ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഇൻസുലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് പൈപ്പിലേക്കൂടെ കൊടുത്തേക്കാം. അതായത് നോർമലി എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റിങ്ങിന്റെ കേബിള് സെപ്പറേറ്റ് പുറത്തേക്കൂടെ ചുമ്മാ ഓപ്പൺ ആയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു അഡീഷണൽ സേഫ്റ്റി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു പൈപ്പും കൂടി ഇട്ട് അതിന്റെ അകത്തെ കൂടിയാണ് നമ്മൾ ഇറക്കിയത്. അത് ബിൽഡിങ്ങിന്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോഴേ നമ്മുടെ ഇവിടെ ശരിക്കും ഇതിന്റെ വർക്ക് തീർന്നത് ഏകദേശം ഒരാഴ്ച എടുത്തു. പക്ഷെ നമ്മുടെ പല ഫ്രണ്ട്സും പറഞ്ഞു അവരുടെ വീട്ടിലൊക്കെ 2 ദിവസം കൊണ്ട് തീർന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ഇതെന്താ തീരാത്തതെന്ന്. അതെന്താ അതങ്ങനെ വരുന്നത്? അതായത് ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ 2 ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്ന കമ്പനീസ് ഉണ്ട്. അവരെങ്ങനെയാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ വെൽഡിങ് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും ഇതിനകത്ത് ഈ ഇലക്ട്രിക്കലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തൊരു ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അവർ വലിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകും. ഇതിന്റെ പ്രശ്നം പറ്റുന്നത് നമുക്ക് ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ. കാരണം നമ്മളിത് കുറെ നാളത്തേക്കാണിട്ട് ഉള്ളത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ സിസ്റ്റം വാറണ്ടി വരുന്നത് 30 വർഷത്തേക്കാണ്. 30 വർഷത്തേക്കെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ഫ്യൂച്ചറിൽ വരുമ്പോൾ ഈ പ്രൊഡക്ഷണൽ ഡ്രോപ്പ് വരും. കാരണം അത് അതിൻ്റെതായ ട്രെയിനിങ് കിട്ടിയ ആൾ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേബിളിങ് കാര്യങ്ങളൊക്കെ റൂട്ട് ചെയ്തേക്കുന്നതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ വർക്ക്മാൻഷിപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം സാറേ. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിക്ക് സമയമെടുത്ത് ചെയ്യുവാണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യും. നമ്മൾ തിരക്ക് കൂട്ടി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് അത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു സൈഡിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാബ്രിക്കേഷനും ഇലക്ട്രിക്കൽ വർക്കും ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പാനലിന്റെ മൗണ്ടിങ്ങും അതിന്റെ കണക്ഷൻസും എല്ലാം വരുന്നത്. അപ്പൊ അതിന് സെപ്പറേറ്റ് ടീം വന്നിട്ട് അവർ സെപ്പറേറ്റ് ആൾക്കാരായിരിക്കും. കാരണം നമ്മുടെ ഫ്രണ്ടും പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അവര് പാനലും ചെയ്ത് ഇലക്ട്രിക്കൽ വർക്കും ചെയ്ത് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ പാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് അവിടെ നമ്മൾ കാണുന്ന നമ്മുടെ ഒരു വർക്കിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ കാണുന്നത്. കാരണം ഒരു വർക്ക് ചെയ്യാൻ അതിന്റേതായിട്ടുള്ള ഒരു സമയം എടുത്തിട്ട് എല്ലാവരും പ്രത്യേകം ആൾക്കാരായിരുന്നു, അല്ലാതെ ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ ശരിക്കും നിങ്ങളുടെ എറണാകുളം ബേസ്ഡ് കമ്പനി അല്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് ആലപ്പുഴയിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്? നമ്മള് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ഓഫീസാണ് എറണാകുളത്തുള്ളത്. അവിടെയാണ് നമ്മുടെ സെൻട്രലൈസ്ഡ് ഹബ്ബ് ഉള്ളതും. നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നൊക്കെ എറണാകുളത്ത് നിന്നാണെന്നേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഇപ്പോൾ സൗത്തിലേക്കുള്ള പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ തിരുവനന്തപുരത്ത് കണിയാപുരത്ത് ഒരു ഓഫീസുണ്ട്. അതുപോലെ തന്നെ നോർത്തിലേക്ക് നമുക്ക് കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു ഓഫീസുണ്ട്. അതല്ലാതെ നമുക്ക് എല്ലാ ജില്ലകളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള സർവീസ് ടെക്നീഷ്യന്മാർ നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഇപ്പോൾ ആലപ്പുഴയിൽ ഇപ്പോൾ നമുക്കൊരു കംപ്ലൈന്റ് വന്ന് സാർ ഇപ്പോൾ അത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് ഓടി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് 1-2 ദിവസം എടുക്കും. അപ്പോൾ മാക്സിമം പെട്ടെന്നൊരു സർവീസ് അല്ലെങ്കിൽ ഒരു
കംപ്ലൈന്റ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലക്ഷ്യം. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ നമ്മൾ ഓൾ ഓവർ കേരള പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കർണാടക ചെയ്യുന്നുണ്ട്, തമിഴ്നാട് ചെയ്യുന്നുണ്ട്. ആണോ? ഓ ശരി ശരി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സർവീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പൊതുവെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിന് മാത്രമല്ല നമ്മൾ സർവീസ് കൊടുക്കുന്നത്. ഇപ്പൊ ഓൾറെഡി അജയ് ശങ്കർ സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഇതേപോലെ തന്നെ മുൻപ് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് സർവീസ് കിട്ടാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. തീർച്ചയായും ഒരുപാട് കമ്പനികൾ നിന്ന് പോയത് അല്ലെങ്കിൽ സർവീസ് കിട്ടാത്തത്, പ്രൊഡക്ഷൻ ഇല്ലാത്ത സൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം സൈറ്റുകളിലൊക്കെ നമ്മൾ സർവീസ് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായും കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഞാൻ വെച്ചിടത്തോളം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും നല്ല രീതിയിലാണ് ഇവരുടെ സർവീസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന സംശയങ്ങൾ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെ തുടർന്നുള്ള വീഡിയോ ഞാൻ ഇനി ചെയ്യും. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇനി വീണ്ടും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു വന്നതിനും നമുക്ക് ചെയ്തു തന്നതിനും എല്ലാം നന്ദി. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ഇവരുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. കാരണം പലരുടെയും കൊട്ടേഷൻ എടുത്തിട്ട് എന്താണ് വ്യത്യാസം എന്നും കൂടെ നോക്കുക. ഈ പറയുന്നത് മാത്രമല്ല, എന്താണ് ഇവരുടെ കൊട്ടേഷനിലെ വ്യത്യാസം കറക്റ്റായിട്ടുള്ളതെന്ന് കൂടെ നോക്കണം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.